ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാത്ത, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താത്ത പ്രവൃത്തികളെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് കൃപാവര പ്രവൃത്തികളല്ല. നമ്മൾ വി ആർ എയിമിങ് ഫോർ ഗ്രേസ്ഫുൾ വർക്ക്സ്, കൃപാവര പ്രവൃത്തികൾ. നിങ്ങളത് വളരെ കൃത്യമായിട്ട് ചെയ്യണം. സൽപ്രവൃത്തിയും കൃപാവര പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കൃപാവര പ്രവൃത്തി ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് നെയിം, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് അത് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ടതായി വരുന്നത്. നമുക്ക് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ട, ചെയ്ത പ്രവൃത്തി ചെയ്യല്ല പ്രശ്നം. നിങ്ങൾ അതാണ് ഈശോ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:42 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:42 ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പ്രശ്നം എന്തുമാത്രം വലിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ല, ചെറിയ കാര്യങ്ങൾ പോലും ചെയ്താൽ അത് കൗണ്ടാകണത് അത് കൃപാവര പ്രവൃത്തി ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ നമ്മൾ ഉടമ്പടിയിലിട്ട് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയ വചനമാണ് മത്തായി സുവിശേഷം 25:40. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 25:40 ശ്രുതിക്കട്ടെ. മത്തായി 25:40 രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇതിന് വരുന്ന വിഷയം ഈ കൃപാവര പ്രവൃത്തി എങ്ങനെ ചെയ്യണത്, അതാണ് 25:40. ആ വചനം ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പൊ ഇതാണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ഡയറക്റ്റായിട്ട്. അതെങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ ഏറ്റവും എളിയ സഹോദരന് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് എന്താ നമുക്ക് വേണ്ടത്? 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം, ആ സഹോദരനോടുള്ള സ്നേഹം വേണം. 2 സംഭവം വേണം. വിശ്വാസം മാത്രം പോരാ. 2 കാര്യം. കൃപാവര പ്രവർത്തിക്ക് 2 കാര്യം വേണം. എന്തൊക്കെ വേണം? ഒന്ന്, ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം. രണ്ടാമത്തത് സഹോദര സ്നേഹം. നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് മാതാവിനോടാണ് കൂടുതൽ സ്നേഹം വരുന്നത്. ദിസ് ഈസ് റോങ്. അല്ല, അതല്ല സംഭവം. അമ്മ എന്താ ചെയ്യണത്? ഇപ്പം അമ്മ ചെയ്തിരിക്കണത് അവൻ പറയണത് പോലെ ചെയ്യുക. അതാ പ്രശ്നം. ഈ ചെയ്ത്താണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത്. ഇപ്പം എനിക്കും നിനക്കും എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വരാൻ പോകുന്ന വിഷയം ഒന്ന്, ദൈവത്തിന് അവിടെ റോളില്ല എന്നാണ്. നിനക്ക് ജോലി കിട്ടും, അനുസരിച്ച് നീ കല്യാണം കഴിക്കും, നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും, അവർ പഠിക്കും. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹമുണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ കുഴപ്പമില്ല, പൊല്ലാപ്പില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ നമ്മൾ സേഫായിട്ട് നമ്മൾ ഡേഞ്ചർ സോണിൽ ഒരിക്കലും കളിക്കത്തില്ല, സേഫ് സോണിലേ കളിക്കത്തുള്ളൂ. അപ്പം തന്നെ ദൈവത്തിന് അറിയാം. ദൈവത്തെ നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. കണ്ണിത്തിരി വലുതാണ്, അത്ര കുഴപ്പമാണ്. നമുക്ക് ഇടണ പൊടിക്കൊരു കണക്കില്ലേ? ഇല്ലേ? നമുക്കിടാൻ ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റരുത്. കാര്യം ദൈവത്തിൻ്റെ കണ്ണിത്തിരി വലുതായി പോയി. നമുക്ക് ഇടണ പൊടിക്കൊരു കണക്കുണ്ടല്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 3:12 എടുത്ത് തെസ്സലോനിയൻസ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 3:12
ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ. പറഞ്ഞേ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. ഇപ്പം ദൈവത്തിനൊരു റോളുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ലവ് ഓഫ് ഗോഡ് ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട അതാണ്. എൻ്റെ IELTS പാസ്സാക്കണേ, എൻ്റെ IELTS പാസ്സാക്കി ജന്മം പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവം പറയും എനിക്ക് നിനക്ക് എന്താ എന്ന് ചോദിക്കും. ഇതാണ് പ്രശ്നം. എൻ്റെ IELTS പാസ്സാക്കി എൻ്റെ വസ്തു വിൽക്കണേ, എനിക്ക് കല്യാണം നടത്തണേ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞത് മാത്രം ഇരുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? എനിക്ക് നിനക്കും എന്താ? ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലെവൽ വർദ്ധിപ്പിക്കണം. ടെക്നിക്കലായിട്ടാണ് ഉടമ്പടി സമീപിക്കേണ്ടത്. ലെവലിൽ അത് എന്തിനാണ്? ദൈവത്തോടുള്ള സ്നേഹം വേണം, നമുക്ക് പരസ്പര സ്നേഹം ഉണ്ടാകണം. അത് പിന്നെ എന്ത് ചെയ്യണം? പരസ്പര സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ്. എന്താ എഴുതിയിരിക്കണത്? ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ. ഒന്ന് പറഞ്ഞേ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. അപ്പൊ സ്നേഹം കുറഞ്ഞാൽ അതിൻ്റെ റോള് ദൈവത്തിനുണ്ട്, ഉറപ്പല്ലേ? അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ വർദ്ധിക്കാൻ വേണ്ടി അതിനെ ടാർഗറ്റ് ചെയ്യണം. നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് പക്ക മെറ്റീരിയൽ വിഷയമാണ്. ദൈവത്തിന് അതിൻ്റെ അകത്ത് റോളൊന്നുമില്ല. എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എനിക്ക് നിനക്ക് എന്ത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനോടുള്ള കർത്താവിൻ്റെ നിലപാട് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്, ഇറ്റ് ഈസ് ക്ലിയർ. അറിഞ്ഞ് കളിക്കണം കേട്ടോ. ഈ കളി ഉടമ്പടി ഒരു കളിയാണ്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാര്യം ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നിലപാട് എന്താണ്? ബിറ്റ്വീൻ അസ് വാട്ട് ഇസ് ഇറ്റ്? എനിക്കും നിനക്കും എന്താ? പിന്നെ എന്താണ്? എൻ്റെ സമയം ഇനി സമഗതമായിട്ടില്ലല്ലോ. ഈ ഒരു പ്രശ്നത്തെയാണ് മറിയം ഓവർടേക്ക് ചെയ്യണത്. ഈ നമ്മൾ മറിയത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ബോധജ്ഞാനത്തിൻ്റെ അതെന്താ കാര്യം? ഇവർ പരിശുദ്ധാത്മ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ, ഇവർ കൃപ നിറഞ്ഞവളല്ലേ. അതുകൊണ്ട് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അറിയാൻ പറ്റും. ഇതിലെങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതാണ് നമ്മൾ ജ്ഞാനപരമെന്ന് പറയണത്. അവർ മാലാഖ തന്നെ അവരെ കാണുമ്പോൾ സമയത്ത് പറഞ്ഞത് എന്താണ്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ. കൃപ നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജ്ഞാനപരം അതിൻ്റെ സമൃദ്ധി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എൻ്റെ പ്രോബ്ലം വേറൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുമൊക്കെ നിങ്ങളോട് ജ്ഞാനപരത്തിലാണ് ഉപദേശം തരണത്. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ ജീവിത വിഷയത്തിൽ നിന്നേക്കാൾ വലുതായിട്ട് ക്രിസ്തുവിനെ കാണുന്നതാണ് അനുതാപം. സത്യമായ ഒരു വിഷയത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ധാരണയിലെത്തണം നല്ലതാണ്. ക്രിസ്തുവേ, ഉടമ്പടിക്കാലം കഴിഞ്ഞാലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ലെങ്കിലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. പല ആൾക്കാരും ഇന്ന് അവരുടെ അവിശ്വാസം നിലനിർത്തുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ്. ഇപ്പം എന്നെ പള്ളിയിൽ അടക്കണ്ട എന്നൊക്കെ ഒരു സമയത്ത് സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡായിട്ട് എന്തുമാത്രം മനുഷ്യർ പറയും. അങ്ങനെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കണ എന്താ? ഒന്നെങ്കിൽ അവർ സാഹിത്യകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ സിനിമ നടന്മാരായിരിക്കും. എന്നാൽ ബഹുജനങ്ങളുടെ പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്ക് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ മാത്രം പോരാ, എനിക്ക് ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്തു ചെയ്യും? ആദ്യത്തെ അവർക്ക് തള്ളിപ്പറയാൻ പറ്റുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ന്യൂട്രലായിട്ട് നിൽക്കും. സിനിമ നടന്മാരൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുന്നവരുണ്ട്. അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷേ തള്ളിപ്പറഞ്ഞാൽ പടം കിട്ടത്തില്ല. അതുകൊണ്ട് അവരവിടെ നിൽക്കും. പാട്ടുകാരങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരങ്ങനെ ഉണ്ട്, ന്യൂട്രലായിട്ട് നിൽക്കും അവർ. ക്രിസ്തുവിന് ഏറ്റവും പറയുന്ന ഒരു മനുഷ്യൻ്റെ ദുരന്തത്തിൽ, ആധ്യാത്മിക ദുരന്തത്തിൻ്റെ ഏറ്റവും വലുത് ക്രിസ്തുവിനെ അവന് പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ. കർത്താവാണ് യേശു
വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതെന്താ പ്രശ്നം എന്ന് പറയണത്, ഈ സൽപ്രവൃത്തികളുടെയും നീതീകരണത്തിൻ്റെയൊക്കെ ഒരു വിഷയം എന്ന് പറയണത് ഇത് ഏതെങ്കിലും ഒക്കേഷനിൽ ചെയ്തു വരണ സംഭവമല്ല. ഇത് നിത്യത വരെ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമാണ്. ഇത് ഓൺഗോയിങ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർ നീതീകരണ പ്രക്രിയ. അതെന്തും പറയുകയാണ്, എവിടെയാണ് ഇത്? നമുക്ക് IELTS പാസ്സായ പോരാ, കാനഡയിൽ പോകാനേ പറ്റത്തുള്ളൂ. കാനഡ കഴിഞ്ഞ രാജ്യങ്ങളുണ്ട്, അതിനകത്ത് എൻ്റെ പേര് ദൈവരാജ്യം എന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അവസാന നീതീകരണം ലഭിക്കണവരെ ഒരാത്മാവ് അസ്വസ്ഥമായിരിക്കും. സത്യമായ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യർ അവസാനത്തെ നീതീകരണം കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞ 25-34 തൊട്ട് വചനങ്ങളിലാണ്. അതാ 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ ഇതാണ് ലാസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്താൻ പറയണത് വരെ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതീകരണത്തിൻ്റെ പ്രോസസ്സാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഒക്കേഷണൽ ജസ്റ്റിഫിക്കേഷന് വേണ്ടി കുറച്ച് സൽപ്രവർത്തികൾ ഇപ്പം ചെയ്യുകയാണ്. ഇതിനകത്ത് വരുന്നവർ ഇതുകൊണ്ട് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം, ഒന്ന്, നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാം. രണ്ട്, നിങ്ങളിത് ചെയ്യണ ദൈവസ്നേഹത്തോടെ അല്ല. അപ്പോൾ പിന്നെ ഇത് ഓവർകം ചെയ്യാനുള്ള മാർഗം എന്താണ്? ദൈവത്തോട് നേരത്തെ മുൻകൂർ ജാമ്യം പറയണം, ഞാൻ ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കത്തില്ല, ഞാൻ ദൈവസ്നേഹത്തോട് മാത്രമേ എൻ്റെ ജീവിതം ചെയ്യത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നൗ ആൻഡ് ദെൻ ആയിട്ടൊരു വ്യക്തിക്ക് അത് ഐഡിയലല്ല. നൗ ആൻഡ് ദെൻ, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് സൽപ്രവർത്തികൾ ചെയ്ത് അത് ഫങ്ഷനായിട്ട് മാറ്റാം. പക്ഷേ മിഷനായിട്ടാണിത് വരേണ്ടത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നാം ഇപ്പോൾ ക്രിസ്തീയ ജീവിതം നമുക്കറിയില്ല, അബൈഡിങ് ലവ്. യോഹന്നാന്റെ സുവിശേഷം 14:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അടുത്ത വചനം വായിച്ചേ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം 14:15 അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എന്താണ്? ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ദൈവസ്നേഹത്തോട് ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ ആത്മാവോട് കൂടിയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ, വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അപ്പോഴും ഇപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യം കാണാനുള്ള കാര്യപരിപാടിയേക്കാൾ സത്യസന്ധമായി ജീവിതം സുവിശേഷ സ്നേഹത്താൽ ദൈവസ്നേഹത്തോടെ പുനഃക്രമീകരിച്ചുകൊണ്ട് കൃപയിൽ നിറയുവാൻ വളരുവാൻ എന്നെ അഭിഷേകം ചെയ്യട്ടെ. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുക. അഭിഷേകം ചെയ്യണം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ്റെ ഈ ലൈൻസ് എല്ലാം ഓർത്താണ് നിങ്ങളെ ഈ ഉടമ്പടിയുടെ കൃപാവര പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ ടൈം ഷോർട്ടാവും. നിങ്ങളുടെ ഉടമ്പടിയിൽ നമുക്ക് ഉടമ്പടിയുടെ സ്വാഭാവിക സാധ്യതയാണ് ടൈം ഷോർട്ടണിങ്. ടൈം ഷോർട്ടണിങ് ചില ആൾക്കാർക്ക് സംഭവിക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കേട്ട നല്ല സാക്ഷ്യങ്ങളൊന്ന് ജിനിയുടെ സാക്ഷ്യമാണ്. ജിനിയുടെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ജിനി ആ വിഷയത്തെ എങ്ങനെയാണ് കൗൺട്രാക്റ്റ് ചെയ്യണമെന്ന് നോക്കണം. അതായത് ജിനിയുടെ വിഷയം എന്താ, ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ എൻഡോമെട്രിക്സ് എന്ന് പറഞ്ഞ രോഗം അവർക്ക്, അതായത് ഈ കുടലുകളും അതുപോലെ തന്നെ അണ്ഡാശയത്തിൽ സിസ്റ്റ് വളരുന്നു. അപ്പോൾ ഭയങ്കര വല്ലാത്ത വേദനയാണ്, ഇപ്പോൾ സഹിക്കാനാവാത്ത വേദന. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോകുന്നു, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ വേദന മാറുമെന്ന് വിചാരിച്ചെങ്കിലും വേദന മാറുന്നില്ല, വേദന പിന്നെ ഇരട്ടിയാകും. അത് പിന്നെ കുറേ നാൾ വേറെ ഹോസ്പിറ്റലിൽ പോകും. അപ്പോഴവർ സ്കാൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റും ഗർഭപാത്രവും ചെറുകുടലും എല്ലാം കൂടി ഒട്ടിയിരിക്കുക. അതാണ് ആ വേദന ഇരട്ടിയായത്. അപ്പോൾ അതിനു വേണ്ടി പിന്നീട് ഒരു ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് ഈ കുടലുകളെല്ലാം, കുടലും ഗർഭപാത്രവും അതുപോലെ തന്നെ സിസ്റ്റും ഉള്ള ഗർഭനാളി എല്ലാം മാറ്റും. എല്ലാം മാറ്റുകയല്ല, എല്ലാം വേർപെടുത്തും. പിന്നെയും കുറേ നാളിങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും വേദന വരും. വേദന പിന്നെയും കൂടി അപ്പോഴും സഹിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റലിലാക്കും. പിന്നെ ഒരിക്കലും കൂടി ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെയും ഒട്ടിയിരിക്കുന്ന കുടൽ മാറ്റും. ഒന്ന് എനിക്ക് ഒരു വ്യക്തിയുടെ വയറിലാണ് ഇതൊക്കെ ചെയ്യണതേ. മാറ്റിയെങ്കിൽ പിന്നെയും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേദന മാറത്തില്ല. പിന്നെ വേദന മാറാതെ അവർ പിന്നെ ആശുപത്രി പിന്നെ ഒരു 6 മാസം മാറുകയാണ്. പിന്നെ ആശുപത്രി മാറും, അപ്പോൾ വേറൊരു ആശുപത്രി പോകും. ആ ആശുപത്രി പോയി കഴിയുമ്പോൾ അവർ പറയും ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ കുടലും ഒട്ടിയിരിക്കണത് മാറ്റി പിന്നെ തുന്നിക്കെട്ടി പിന്നെയും പുറത്ത് വേദന മാറുന്നില്ല, പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് കുടലൊട്ടിരിക്കണ മാറ്റി, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, ഇത് മൊത്തം മാറ്റാമെന്ന് പറയും. അങ്ങനെ വേറൊരു ആശുപത്രി ഓപ്പറേറ്റ് ചെയ്തിട്ട് കുടൽ ഗർഭപാത്രം മാറ്റും, അതുപോലെ തന്നെ ഓവറി മാറ്റും, ഇങ്ങനെ എല്ലാം മാറ്റി അപ്പോൾ ഇനി കുഴപ്പമില്ലല്ലോ. പക്ഷെ അതെല്ലാം വയറ്റിലുണ്ടായിരുന്ന സംഭവം അവർ പറഞ്ഞ വയറ്റിലുണ്ടായിരുന്ന അങ്ങനെ എല്ലാ സാധനവും മാറ്റിയെന്ന്. വേദന വരുമെന്ന് തോന്നണ എല്ലാ സാധനവും മാറ്റിയവർ മാറ്റിയിട്ട് പിന്നെയും 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയതിനേക്കാൾ ഇരട്ടി വേദനയാകും. അപ്പോൾ അതിനേക്കാൾ ഇരട്ടി വേദനയാകും. അപ്പോൾ പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഈ പണിയും പറഞ്ഞുകൊണ്ട് വരരുത്, ഇവിടെ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നീട് മാറി അപ്പോൾ 4 കൊല്ലമാണ് 14 ആശുപത്രി പോയി 4 കൊല്ലമാണ് ചിലവഴിക്കണത്. ഈ 4 കൊല്ലം 14 ആശുപത്രി പോയിട്ട് അവസാനം വേദന ബാക്കി, അവയവങ്ങളൊക്കെ വരുന്ന മാറുകയാണ്. പക്ഷെ അതുകൊണ്ട് വേദന പരിഹരിക്കാൻ പറ്റണില്ല. അപ്പോൾ ആരോട് പറഞ്ഞ് കൃപാസനത്തിൽ പോയാൽ പരിഹരിക്കുമെന്ന് പറഞ്ഞു, വേദന മാറുമെന്ന്. അപ്പോൾ അവരതിന് പറഞ്ഞ വാക്ക്, എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് പക്ഷെ കൃപാസനത്തിലൊന്നും വിശ്വാസമില്ലെന്ന്. മാതാവിൽ വിശ്വാസമുണ്ട് പക്ഷെ അതിനിപ്പോൾ കൃപാസനത്തിൽ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും മാതാവ് ഉണ്ടല്ലോ, അത് കറക്റ്റാണ്, റീസണബിളായിട്ട് ശരിയാണത്, യുക്തിപരമായിട്ട് ശരിയല്ലേ. അപ്പോഴെങ്കിലും പിന്നെ സഹിക്കാനാവാതെ വന്നപ്പോൾ അവരിവിടെ വന്ന് അവർ പറയണത് എനിക്ക് കയറി മോളിൽ പോയി ഉടമ്പ് എടുക്കാനൊന്നും പറ്റത്തില്ല, കാര്യം എൻ്റെ അവയവങ്ങളൊക്കെ വലിച്ചു പിടിക്കുകയല്ലേ, വേദനയല്ലേ. അതുകൊണ്ട് ഞാനും മരത്തെ ചാരി നിന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഈ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഇവിടം വരെ വന്നില്ലേ, നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയെങ്കിലും വേദന പിന്നെ വൈകുന്നേരം വന്ന്. അപ്പോഴന്ന് ആദ്യമായിട്ട് അവൾ മാതാവിനോട് സംസാരിച്ച്, അമ്മേ എല്ലാവരും പറയണ കൃപാസനം ചവിട്ടിയ വേദന മാറുമെന്ന്, ഞാനും കൃപാസനം ചവിട്ടി ഉടമ്പടിയും എടുത്ത് എൻ്റെ വേദന എന്താ നീ മാറ്റാത്തതെന്ന് ഞാൻ ചോദിച്ചു.
അപ്പോൾ എൻ്റെ വേദന മാറി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വന്ന്. 2 ദിവസം വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വരും. അപ്പോഴിവൾ മാതാവിനോട് സംസാരിക്കാൻ പഠിച്ചില്ലേ? പറഞ്ഞ അമ്മേ, എനിക്കിപ്പോൾ മനസ്സിലായി, നിന്നോട് സംസാരിച്ച വേദന നീ മാറ്റുമെന്ന്. അത് ഞാൻ അനുഭവിച്ച 4 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉറങ്ങണത്. അവൾക്കറിയാമല്ല 4 വർഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിൽ ഉറങ്ങണം. അപ്പം അമ്മേ, നിനക്കറിയാം എൻ്റെ വേദന മാറ്റാനറിയാം, പക്ഷേ എനിക്ക് പിന്നെ വന്നത് എന്താണ്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ മനസ്സിൽ അമ്മ ഇവരോട് പറയും, നീ എല്ലാവരോടും പറഞ്ഞില്ലേ സാക്ഷ്യം പറയാമെന്ന്, എന്നോട് നീ പറഞ്ഞില്ലല്ലോ സാക്ഷ്യം പറയാമെന്ന്. അത് കേൾക്കണം, നമുക്ക് അറിഞ്ഞു പോകും വാസുതലേ. അത് ശരിയാണ്. അത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്ത് നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ഫീലിംഗ് ലെവൽ ഭയങ്കരമാണ്. എല്ലാവരോടും നീ പറഞ്ഞു ചുറ്റും നടന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന്, പക്ഷെ നീ എന്നോട് പറഞ്ഞില്ല സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിരിക്കണം ഞാൻ സത്യമായിട്ട് സാക്ഷ്യം പറയാമെന്ന്. ആ സെക്കൻഡ് വേദന പോകും. പിന്നെ ജിനി പറയണത് വെച്ചാൽ, ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് വണ്ടി പേടിയായിരുന്നു, ഇപ്പോൾ എനിക്ക് വണ്ടി ക്രേസാണ്, ഞാൻ വണ്ടി ഓടിച്ചാണ് പോണത്. എന്നോട് സ്റ്റെപ്പ് കയറുമെന്ന് പറഞ്ഞായിരുന്നു, വലിയ തൂക്കങ്ങൾ ഭാരം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ വലിയ തൂക്കങ്ങൾ ഭാരം എടുക്കും, സ്റ്റെപ്പ് കയറും, വണ്ടി ഓടിച്ച് പോകും, ഇപ്പം ഞാൻ ഓക്കെ ആയെന്ന് പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ. നിന്മക്കളല്ലോ നിന്റെ യേശുവോടെന്നും ഞങ്ങളും നിന്മക്കളല്ലോ നിന്റെ യേശുവോടെന്നും നിന്നിൽ നാഗതമായി നമ്മുടെ കയ്യിൽ കൃപയുണ്ടാകണം, നമുക്ക് കൃപാവര പ്രവൃത്തികൾ ഉണ്ടാകണം. അതുകൊണ്ട് എന്താണ്, ജാഗ്രതയുണ്ടാകണം ഈ വിഷയത്തിൽ. ഉടമ്പടി നിങ്ങളെ ഉയർത്തണം അങ്ങനെയാണ്. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവസംഘത്തോടെ ചെയ്യണമെന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ചെയ്യുവാൻ നിലനിൽപ്പിന്റെ വരം നൽകി ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഈ സമയം ഒരു വല്ലാത്ത സമയമാണ്. കർത്താവിൻ്റെ കൃപ അനേക മക്കളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്കും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിക്കുന്ന കൃപയാണ്. അത്തരം സാക്ഷ്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആരാധന നടക്കുന്ന സമയം, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയം, ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയം, ജീവിത ദുരന്തങ്ങൾക്കെല്ലാം പ്രതിവിധി പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ദൈവം നൽകിയത്. അതാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴേ. ഉടമ്പടി ഒരു പ്രവർത്തനം മാത്രമല്ല, ഒരു ജീവിതമാണ്. കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം ഈശോ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം, ആണിപ്പഴുതാർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ, ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. രോഗികളായ എല്ലാ മക്കളെയും തിരുത്താൽ കഴുകി സുഖപ്പെടുത്തണമേ. സൗഖ്യം നൽകണമേ നാഥാവരേ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മകനെപ്പോലും മകളെപ്പോലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു മകനെപ്പോലും കർത്താവ് ഒഴിവാക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിൻ്റെ അടയാളത്തില്, ദൈവത്തിൻ്റെ ശക്തിയാൽ, ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, ജീവിത ദുരിതങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ ശക്തി ഒഴുക്കണമേ കർത്താവേ, നിന്റെ രക്തം ഒഴുക്കണമേ കർത്താവേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ പേശികളിലും, കോശങ്ങളിലും, അസ്ഥികളിലും, സന്ധികളിലും വാതരോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, പിസ്വ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രെയിൻ്റെ അസുഖങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. എന്നിൽ നിറയണമേ, വരണമേ, സൗഖ്യം നൽകണമേ, വരണമേ, എന്നിൽ നിറയണമേ, വരണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്വരത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടുപ്പിണറിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണിത്. ദൈവികമായ കൃപ നമ്മളിലെ ഓളം വെട്ടുന്ന സമയമാണിത്. കർത്താവ് ഒരു മനുഷ്യനെ പോലും കണ്ണീരോടെ വരും കൈയോടെ പറഞ്ഞു വിടത്തില്ല. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാനവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. നിറയണമേ, വരണമേ, സൗഖ്യം നൽകണമേ, അതാ വരണമേ, വരണമേ, എന്നിൽ നിറയണമേ, വരണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, വിവാഹം ഒത്തുവരാത്ത മക്കൾ. കൈകൾ കുപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, വിവാഹം ഒത്തുവരാത്ത മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പരസ്പരം വിഘടിച്ച് വഴക്കിട്ട് അകന്നുപോയി കോടതി കേസാകാൻ പോകുന്ന ദമ്പതികൾ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, മക്കൾ വിദേശങ്ങളിൽ പഠിക്കാൻ പോയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ നിൽക്കുന്നവർ, അവർക്ക് ജോലി കിട്ടാത്തവർ, PR കിട്ടാത്തവർ, അവർക്ക് വാടക വീട് പോലും കിട്ടാതെ അലയുകയും ഇപ്പോഴും ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, നാട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വളരെ സാമ്പത്തികമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, സ്ഥലം വിൽക്കാനുള്ളവരെ വിൽക്കാൻ പറ്റാത്തവർ, രക്ഷപ്പെടാനോ വീട് സ്ഥലവും പോലും ഇല്ലാത്തവർ, എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി ഞെരിഞ്ഞമരുന്നവർ. മാതാവേ, അമ്മ മാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഉടമ്പടി നൽകിയ അമ്മ, പരിശുദ്ധമ്മ ദേവമാതാവേ, ഈശോയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം വിധത്തിൽ ആരെല്ലാം ഏതെല്ലാം വേദന അനുഭവിക്കുന്നു, സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥകളിൽ ദൈവത്തിൻ്റെ കരുണ, അമ്മയുടെ പ്രത്യേക കാരുണ്യം, ആദ്യത്തോടെ യേശു നാമത്തിൽ നിന്റെ വിടുതൽ പ്രാപിക്കുകയും സൗഖ്യം